ഇനി പാകിസ്ഥാനിലേക്കാണ്. ബലൂചിസ്ഥാനിൽ സ്കൂൾ ബസ് ബോംബ് വെച്ച് തകർത്തു. 4 കുട്ടികൾ കൊല്ലപ്പെട്ടു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇത് അവിടെയൊക്കെയുള്ള അക്രമം കൂടാതെ BLAയുടെയൊക്കെ പ്രവർത്തനം അതെല്ലാം ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണോ? തീർച്ചയായും അനുജ, സമീപകാലത്ത് BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആളുകൾ വലിയ തരത്തിലുള്ള ആക്രമണ സംഭവങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ കാണുന്നുമുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ബലൂചിസ്ഥാനിലെ ഖുസ്താർ എന്ന ജില്ലയിൽ ഒരു സ്കൂൾ ബസ്സിന് നേരെ ഉണ്ടായ ഈ ആക്രമണം. ഒരു ആർമി പബ്ലിക് സ്കൂളിലേക്ക് പോകുന്ന ബസ്സാണ്, കുട്ടികളുമായി രാവിലെ പോകുന്ന ബസ്സാണ്. ആ ബസ്സിന് നേരെയാണ് ഒരു ചാവേർ ആക്രമണം നടന്നത്. ഒരു സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു കാർ ഈ ബസ്സിലേക്ക് ഇടിച്ചു കയറ്റി ഉഗ്ര സ്ഫോടനം സംഭവ സ്ഥലത്ത് ഉണ്ടാവുന്നു. ബസ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്ന അവസ്ഥയിലാണ്. 4 കുട്ടികളുടെ മരണം ഇതിനോടകം സ്ഥിരീകരിച്ചു. 38 പേർക്കുണ്ട്. അതിൽ ഭൂരിഭാഗം പേരും കുട്ടികൾ തന്നെയാണ്. കുട്ടികളുമായി പോയ ഒരു ബസ്സിനെ ലക്ഷ്യം വെച്ചു എന്നതാണ് ഈ സംഭവത്തിൻ്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാന്റെ ഇന്റീരിയർ മിനിസ്റ്റർ, ആഭ്യന്തര മന്ത്രി കണക്കെയുള്ള മോഹ്സിൻ നഖ്വി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ആക്രമണത്തിന് പിന്നിൽ മൃഗങ്ങളുടെ മനസ്സുള്ള ആളുകൾ ആണ് എന്നതാണ്. ഏതായാലും ആരെങ്കിലും ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. പാകിസ്ഥാൻ സർക്കാർ ഇത് BLA ചെയ്തു എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. അനുജ, പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ സ്കൂൾ ബസ് ബോംബ് വെച്ച് തകർത്ത് 4 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട് എന്ന വിവരമാണ് ശ്രീനാഥ് ചന്ദ്രൻ നൽകിയത്.